ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഏത് സിനിമ കണ്ടത്? ഭയം ഭക്തി ബഹുമാനം, ഭയം ഭക്തി ബഹുമാനം, ഭയം ഭക്തി ബഹുമാനിക്ക് ഭയം ഭക്തി ബഹുമാനം, ഭയം ഭക്തി ബഹുമാനം. അപ്പോൾ ലാലേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയും അഴിഞ്ഞാടുകയാണ്, അഴിഞ്ഞാട്ടമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊരു എന്താ പറയുക, എക്സ്ട്രാ ഓർഡിനറി പിള്ളേർക്ക് പറ്റുന്നൊരു പടമാണ്. കാരണം നല്ല രീതിയിൽ ലോജിക്കില്ലാണ്ട് ലോജിക്കായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബബ്ബബ്ബ എന്ന് പറഞ്ഞ സിനിമ. ലാലേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയും കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഒരു അധോലോക നായകൻ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് തിരഞ്ഞെടുത്ത ഒരു കൂട്ടം ആൾക്കാരുടെ കഥയാണ്. സമൂഹത്തിന് വേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പാർട്ടിക്കാരോ രാഷ്ട്രീയക്കാരോ നേതാക്കളോ അല്ല, ഒരു പോരാളി ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് കേരളത്തിലുണ്ട്, പലയിടത്തും നമ്മൾ അറിയില്ല, പക്ഷെ എന്നാലും ഉണ്ട് ഒരിടത്ത്, അല്ലേ? ഒരു റോബിൻഹുഡ് സ്റ്റൈല്. അപ്പോൾ ഇതെന്തായാലും ഒരു ത്രില്ലിംഗ് ആണ്, ഫാന്റസി ആണ്, കോമഡി ആണ്, ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോക മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു നായിക ഇല്ലാത്ത ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് ബബ്ബബ്ബയാണ്. കാരണം ഇതിൽ ഒരു ഏജ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്, പക്ഷെ എങ്കിലും ആ ഒരു വ്യക്തിയെ ഇതിന്റെ ഹീറോയിൻ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും റൊമാൻസ് ഒട്ടുമില്ലാത്ത ഫസ്റ്റ് എവർ ഹിസ്റ്ററിക്കലി ആദ്യമായിട്ട് ലോക സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നടന്മാർ മാത്രം അഭിനയിക്കുന്ന ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ പെണ്ണുങ്ങളുണ്ട്, നൂറി ഷെരീഫൊക്കെ വന്നു പോകുന്നുണ്ട്, പക്ഷെ അമ്മവേഷണമൊക്കെ ഉണ്ട്, പക്ഷെ നായികയില്ല. അപ്പൊ നമുക്ക് പമ്പടി വയ്ക്കാം. പമ്പ എങ്ങനെയുണ്ടായി? ഒരു മാസ് എന്റർടൈനറാ അല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ദിലീപും കൂടെ ഒന്നിക്കുന്നു. ഇത് ദിലീപിന്റെ ഒരു കംബാക്ക് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ആണെങ്കിലും, പവി കെയർടേക്കർ ആണെങ്കിലും, തങ്കമണി, ബാന്ദ്ര, അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നെങ്കിലും 1-2 പടം ഹിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇതൊരു കംബാക്ക് ആയിരിക്കും, റിയൽ കംബാക്ക് ആണ്. കാരണം ഒരു അണ്ണൻ തമ്പി കോംബോ ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം ഇതിൽ സെന്റിമെന്റ്സ് ഉണ്ട്, ദിലീപേട്ടൻ കരയുന്നുണ്ട്, ലാലേട്ടൻ്റെ ആ ഒരു മാസ് കാണിക്കുന്നുണ്ട്, മീശ പിരിക്കുന്ന രംഗങ്ങൾ നാട്ടുരാജാവിലും നരസിംഹത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് നമ്മൾ ധനഞ്ജയ് എന്ന് പറഞ്ഞ ഡയറക്ടർ, ധനഞ്ജയ് ശങ്കർ എന്ന ഡയറക്ടർ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഫാഹിമും നൂറിനുമാണ് ഇതിൻ്റെ റൈറ്റേഴ്സ്. അപ്പോൾ അവർ നല്ല രീതിയിൽ ഫാഹിമിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, നൂറിനും അഭിനയിച്ചിട്ടുണ്ട്. അതാണ് ഇത് പുതുമ. കാരണം അവരെ തന്നെ എഴുതുക, അവരെ തന്നെ അഭിനയിക്കുക, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നമുക്ക് കാണാൻ പറ്റുന്നത് ബാലവർഗീസ് ചേട്ടനുണ്ട്, അല്ലേ? നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ചേട്ടനുണ്ട്, വിനീത് ശ്രീനിവാസൻ ഉണ്ട്. അവരുടെ കോംബോ, ധ്യാന്റെയും വിനീതിന്റെ കോംബോ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം കുഞ്ഞിരാമായണത്തിന് ശേഷം നല്ല രീതിയിൽ വർക്കൗട്ട് ആയി പോയ സിനിമയാണ്. ത്രില്ലിംഗ് ആണ്, ഒരു സൈക്കോ ക്യാരക്ടറായിട്ടാണ് വിനീത് ശ്രീനിവാസൻ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ബൈജു സന്തോഷ് ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ അശോകൻ ചേട്ടനുണ്ട്, ദേവൻ ചേട്ടനുണ്ട്. ഒരു ആക്ഷൻ ഫിലിമിന് വേണ്ട അരുണിന്റെ നല്ല സിനിമാറ്റോഗ്രാഫി ആയിരുന്നു, അല്ലേ? നമ്മളെന്തായാലും അതിന്റെ കഥയും കാര്യങ്ങളെല്ലാം കൊള്ളാം. കാരണം ഒരു ഹോളിവുഡ് സ്റ്റൈലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഇന്നാള് ഈ പറഞ്ഞ ഒരു പടം ഉണ്ടായിരുന്നു, വിലായത്ത് ബുദ്ധയിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു ഫൈറ്റ് തന്നെയാണ്. ഫൈറ്റും ആ ഒരു ചേസിങ് രംഗങ്ങൾ ഇതിനും വന്നിട്ടുണ്ട്. അതുപോലെയല്ല, കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത്. ജീപ്പ് ചേസിങ്ങും ജീപ്പ് ജമ്പിങ്ങും പോലീസ് ചേസിങ് എല്ലാം കൊണ്ടും തന്നെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. എല്ലാ പടത്തിലും കാണുന്ന പോലെ അല്ല, വിഷ്വല് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. കാരണം ഈ പ്രാവശ്യം ക്രിസ്മസ് ദിലീപേട്ടനും ലാലേട്ടനും കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. രണ്ടുപേരും തൂക്കി ഈ പ്രാവശ്യം ന്യൂ ഇയറും. അപ്പോൾ ഇനിയും സന്ധിക്കുന്നവരെ വണക്കം.